അലാസ്കയിലെ ആങ്കറേജ് നഗരത്തിൽ സമാധാന ഉടമ്പടി ഉണ്ടാകുമോ? ഈ ചോദ്യത്തിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച നാളെ പുലർച്ചെയാണ്. റഷ്യ യുക്രൈൻ ബന്ധം മെച്ചപ്പെടുത്താനും യുദ്ധം അവസാനിപ്പിക്കാനും നിരുപാധിക വെടിനിർത്തലിന് പുടിൻ തയ്യാറാകാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. Meeting with President Putin tomorrow. I think it's going to be a good meeting, but the more important meeting will be the second meeting that we're having. We're going to have a meeting with President Putin, President Zelensky, myself, and maybe we'll bring some of the European leaders along, maybe not. I don't know that it's going to be very important. We're going to see what happens. And I think President Putin will make peace. I think President Zelensky will make peace. We'll see if they can get along. And if they can, it'll be great. You know, I've solved 6 wars in the last 6 months, a little more than 6 months now. And I'm very proud of it. I thought the easiest one would be this one. It's actually the most difficult. വിവരങ്ങളുമായി അജയ് സുധാ ബിജു. അജയ്, ട്രംപ് പറഞ്ഞു നിർത്തുന്നത് ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമായിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാചകങ്ങളിൽ പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കുമോ? ട്രംപിന് മുന്നിൽ നൊബേൽ സ്വപ്നങ്ങൾ അടക്കമുണ്ട്. പക്ഷേ ഒരു നിരുപാധിക വെടിനിർത്തലിന് പുടിൻ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതിന്റെ ബാക്കിയായി ഇന്ത്യയുടെ വ്യാപാര തീരുവ അടക്കമുള്ള കാര്യങ്ങളുമുണ്ടല്ലോ. എത്രത്തോളം പ്രധാനമാണ് അലാസ്കയിൽ നിന്ന് വരാനിരിക്കുന്ന തീരുമാനങ്ങൾ? ശ്രീജ, പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അലാസ്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 1 മണിക്കാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അലാസ്കയിൽ മുഴുവൻ വിന്യസിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും 2 തരത്തിലുള്ള പ്രതിനിധികൾക്കും നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തും റഷ്യയുടെ ഭാഗത്തും നൽകിയിട്ടുണ്ട്. പ്രതിനിധി സംഘങ്ങളും അതുപോലെ തന്നെ പ്രസിഡന്റുമാരും യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ വിൻഡോ ഒരിക്കലും തുറക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് അനുവദിച്ച വാഹനങ്ങൾ തന്നെ യാത്ര ചെയ്യണം, അനുവദിച്ച റൂട്ടിൽ തന്നെ യാത്ര ക്രമീകരിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ 10 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മീറ്റിംഗ് നടക്കുന്ന റൂമിന് പുറത്തുണ്ടാകും. അതുപോലെ തന്നെ റഷ്യയുടെ 10 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പിന്നെ പുടിനുമായിട്ടുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയായിരിക്കും ആദ്യം നടക്കുന്നത്. രണ്ടുപേര് മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്നത്. ഇതിനു ശേഷം 5 അംഗ പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ചയായിരിക്കും. റഷ്യയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും 5 അംഗങ്ങൾ വീതമുള്ള പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ച ഇതിനു ശേഷം നടക്കും. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന അത്താഴ വിരുന്നും ഉണ്ടാകും. അതിനുശേഷം ഇന്ത്യൻ സമയം നാളെ രാവിലെ 5 മണിക്ക് 2 പ്രസിഡന്റുമാരും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചു മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുള്ളത് വളരെ നിർണായകം എന്നാണ്. ഇങ്ങനെ 2 വാക്കുകളാണ്, ഹൈ സ്റ്റേക്സ് എന്ന് പറഞ്ഞ് 2 വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള ഒരു സ്വകാര്യ അഭിമുഖത്തിൽ, ഒരു റേഡിയോയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ചർച്ച പരാജയപ്പെടാൻ 25% സാധ്യതയുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ നൊബേൽ സ്വപ്നങ്ങൾക്കെല്ലാം വളരെ നിർണായകമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 5 യുദ്ധം താൻ തടഞ്ഞു നിർത്തി എന്നാണ് ട്രംപ് ഇന്ന് രാവിലെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ യുദ്ധം തുടങ്ങി വെച്ചത്, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്നും താൻ അധികാരത്തിൽ ഇരുന്നുവെങ്കിൽ ഈ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇത് പരാജയപ്പെട്ടു. തുടർന്ന് യുക്രൈൻ അമേരിക്ക നൽകിയിരുന്ന ചില സഹായങ്ങൾ ഉൾപ്പെടെ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുടിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള വ്ളാഡിമിർ പുടിന്റെ ഒരു സംഭാഷണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് പുടിൻ പറയുകയുണ്ടായിരുന്നു. ഇത് തന്നെയാണ് പ്രധാനമായി
പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യുക്രൈനെയും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രധാനമായിട്ടും റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളായിരുന്നു ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ട്രംപ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇപ്പോൾ പുടിൻ ട്രംപിനെ അഭിനന്ദിച്ച് സംസാരിച്ച ഈ ഘട്ടത്തിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അത് റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വഴിമാറുമോ എന്നുള്ള ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യുക്രൈനുമുണ്ട്. യുക്രൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപിന്റെ ഒരു സജഷൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരുന്നു. യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ചർച്ചയ്ക്കും യുക്രൈൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുടിൻ ട്രംപിനെ അഭിനന്ദിക്കുന്നുവെങ്കിലും പുടിനും തന്റെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. യുക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും റഷ്യ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും യുക്രൈനും റഷ്യയും നിലപാട് കടുപ്പിക്കുമ്പോൾ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ട്രംപ് വിരുദ്ധ ചേരിയിലുള്ള അമേരിക്കൻ പക്ഷക്കാരും ഉൾപ്പെടെ ഈ ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പ്രധാനമായിട്ടും ഇത്തരം ചർച്ചകൾ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ തൻ്റെ വരുതിയിൽ വരാത്ത രാജ്യങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനാണ് പ്രധാനമായിട്ടും ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ചർച്ച ഇന്ത്യയെ നിർണായകമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ചർച്ച പരാജയപ്പെട്ടാൽ അത് ഇന്ത്യക്കും ദോഷകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രീജ, ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എല്ലാ കണ്ണുകളും അലാസ്കയിലേക്കാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. നിർണായക തീരുമാനങ്ങളാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.